Hi all of you, welcome back. നമ്മുടെ നാലാമത്തെ ലെസണിലേക്ക് സ്വാഗതം in the complete Indian Polity series. So Indian Polity seriesലെ 4th lecture ആണിത്. സോ ബാക്കിയുള്ള മുമ്പത്തെ ലെക്ചേഴ്സിൻ്റെ അത് നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ നോക്കി, പ്രിയാമ്പിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു, ടൈപ്സ് ഓഫ് മെജോറിറ്റീസിനെ കുറിച്ച് നോക്കിയിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ വേണ്ടി നമുക്കൊരു ബോഡി ഉണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഐഡിയ വന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, എത്ര നാളെടുത്തു ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ, അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ്. അതിനുശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ പഠിക്കുന്നത്. സോ മോർ ഓർ ലെസ് ഒരു UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒത്തിരി ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കിട്ടാൻ സാധ്യത കുറവാണെങ്കിൽ കൂടിയും അല്ലാത്ത നോർമൽ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ഒത്തിരി ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ. PSC ആയിക്കോട്ടെ, അല്ലെങ്കിൽ SSC പോലത്തെ എക്സാംസ് ഒക്കെ ആണെന്നുള്ളത്. സോ KAS UPSC ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറച്ച് കുറവായിരിക്കും. എങ്കിൽ കൂടി യു ഹാവ് ടു നോ ദീസ് പർട്ടിക്കുലർ തിങ്സ്. ഓക്കെ, സോ ലെറ്റ്സ് എനിവേസ് without wasting any time move up right into the class. So let's talk about the Constituent Assembly. Okay, so നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു Constituent Assembly was the body which actually wrote the constitution. അപ്പോൾ ഈ Constituent Assembly എന്ന് പറഞ്ഞ ഒരു ഐഡിയ എവിടെ നിന്നാണ് വന്നത്? So it was in the year 1934, 1934 M.N. റോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ ഇൻ ഇന്ത്യ ആയിരുന്നു. സോ ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറാണ് M.N. റോയ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നൊരു ഐഡിയ കൊണ്ടുവന്നത്. സോ M.N. റോയ് ബ്രോട്ട് ഇൻ ദ ഐഡിയ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇൻ 1934 ആൻഡ് സബ്സിക്വൻ്റ്ലി വാട്ട് ഹാപ്പൻഡ് വാസ് ഇൻ 1935 the INC എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമ്മുടെ കോൺഗ്രസ്, they demanded a constituent assembly to the Britishers. Okay, but what happened, it was immediate ആയിട്ട് ആ ഡിമാൻഡ് വന്നപ്പോൾ ബ്രിട്ടീഷ് അക്സെപ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇടുന്ന കാര്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി യു ഡോണ്ട് ഹാവ് ഇൻഡിപെൻഡൻസ് ആസ് ഓഫ് നൗ. സോ അങ്ങനെ പറഞ്ഞു. ബട്ട് ഫൈനലി എന്ത് കഴിഞ്ഞു, ഒരു 5 വർഷത്തിന് ശേഷം 1940 ആയപ്പോഴത്തേനും there was something called as the August offer. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒക്കെ സമയത്തൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും there was something called as the August offer. ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞ ഒരു പാക്കേജാണ് that the British said, okay, we will give this to you. നിങ്ങൾ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. സോ ആ ഓഗസ്റ്റ് ഓഫറിൻ്റെ അകത്ത് ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു? ഓക്കെ ഫൈൻ, വി ആർ റെഡി ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോർ യു. നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കാനായിട്ടുള്ള അനുവാദം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആ സമയത്ത് എന്ത് സംഭവിച്ചു? മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടെ ഭയങ്കര അടി നടക്കുന്ന ഒരു സമയമാണ്. സോ മുസ്ലിം ലീഗ് സെഡ് നോ, വി ഡോണ്ട് വാണ്ട് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റൈറ്റ് നോ, വാട്ട് വി വാണ്ട് ഇസ് 2 different countries. പാർട്ടീഷനാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു. സോ ദ ഫസ്റ്റ് ടൈം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ്, the demand for Constituent Assembly was accepted in what? In the August offer. But at that time, did the Indians accept it? No, because Muslim League and Indian National Congress were actually fighting against each other. അതുകൊണ്ട് നമ്മൾ ആ ടൈമിൽ ഇത് ചെയ്തില്ല. ഫൈനലി അത് കഴിഞ്ഞ് പോയി കുറേ നാളിന് ശേഷം 1946 ക്യാബിനറ്റ് മിഷൻ ഉണ്ടല്ലോ, ക്യാബിനറ്റ് മിഷൻ എന്തുകൊണ്ടുവന്നു? മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിൽ ഒരു കോംപ്രമൈസ് ഫോർമുലയൊക്കെ കൊണ്ടുവന്നു അല്ലേ? ഫൈനലി അവർ പറഞ്ഞു ഓക്കെ, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നതോട് കൂടി എന്ത് സംഭവിക്കും? ഇന്ത്യ വിൽ ബി ഡിവൈഡഡ് ഇൻടു 2. വൺ ഇസ് ഇന്ത്യ, വൺ ഇസ് പാകിസ്ഥാൻ. റൈറ്റ്, 2 കൺട്രീസായിട്ട് ഡിവൈഡ് ചെയ്യും എന്നെല്ലാം പറഞ്ഞ് ക്യാബിനറ്റ് മിഷൻ വന്നതിന് ശേഷം, അതിനുശേഷമാണ് 1946 നവംബർ 1946 the Constituent Assembly was finally set up. Okay, so when was the Constituent Assembly set up? It was set up in November 1946. ഓർത്തിരിക്കുക, that you might get a direct question on. So ഈ Constituent Assembly എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഒരു ബോഡിയാണ്. ഒരു ബോഡി കുറേ ആൾക്കാർ ചേർന്ന ഒരു ഗ്രൂപ്പാണ്. ഇന്നത്തെ ഒരു പാർലമെന്റ് എന്ന് പറയുന്ന പോലെ തന്നെ പാർലമെന്റ് കുറേ MPs ഇല്ല, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ത് ചെയ്യും? They will sit together inside the parliament or wherever it is, they will debate and finally they will write a constitution for India. So അങ്ങനെ ഉണ്ടായ ആ പാർലമെന്റിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? ടോട്ടലി 389 സീറ്റ്സ് ഉണ്ടെന്നാണ് എന്ത് പറഞ്ഞത്? ബ്രിട്ടീഷേഴ്സ് പറഞ്ഞു ഓക്കെ, യു ഹാവ് എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് 389 സീറ്റ്സ്. അതിൻ്റെ അകത്ത് 389 സീറ്റ്സിൻ്റെ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 292 സീറ്റ്സ് ബ്രിട്ടീഷ് പ്രൊവിൻസസ്, ബ്രിട്ടീഷ് ആ സമയത്ത് ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതായത് ബാക്കി രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഏരിയാസ് ഉണ്ട്. അതുപോലെ ചീഫ് കമ്മീഷണേഴ്സ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ വേറെ ഇന്നത്തെ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി എന്നൊക്കെ പറയുന്ന പോലെ അന്നും ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യക്ക്. സോ ആ ക്ലാസിഫിക്കേഷൻസിൻ്റെ ബേസിസിൽ മൊത്തം 389 സീറ്റ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കകത്തുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് 292 എണ്ണം എവിടെ നിന്നാണ്?
ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്നാണെന്ന് പറഞ്ഞു. 4 എവിടെ നിന്നാണ്? ചീഫ് കമ്മീഷണേഴ്സ് ഏരിയാസ്. ചീഫ് കമ്മീഷണേഴ്സ് ഏരിയയിൽ നിന്നാണ് 4. ബാക്കി 93 എവിടെ നിന്ന്? പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ Travancore was a princely state. Similarly, Mysore was a princely state. Hyderabad was a princely state. അങ്ങനെ പല princely states ഉണ്ടായിരുന്നു. Okay. So out of the total 389 seats, it was 292 was supposed to be from the British provinces, 4 from Chief Commissioner's area, and rest 93 from princely states. പക്ഷെങ്കിൽ princely states പറഞ്ഞു no. We are not ready for this plan. ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്നുള്ളൊരു പ്ലാനിന് വി ആർ നോട്ട് റെഡി. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞു. സോ ടോട്ടലി 292 + 4 ടോട്ടൽ 296 സീറ്റ്സ് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിൽ ടോട്ടലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് സ്റ്റേഡ് അവേ. സോ അങ്ങനെ നവംബർ 1946 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിനെ ഫോം ചെയ്തതിന് ശേഷം ഇതൊരു പാർലമെൻറ്റ് പോലെയാണല്ലോ. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വന്ന് മീറ്റ് ചെയ്യുന്നല്ലോ. ആ ഫസ്റ്റ് മീറ്റിംഗ് വാസ് ഹെൽഡ് ഓൺ December 9th, 1946. സോ നവംബറിൽ ഫോം ചെയ്തു. ഫസ്റ്റ് മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ December 9th, 1946, and Sachidananda Sinha, this is important, Sachidananda Sinha was appointed as the interim president of the Constituent Assembly. So you might get a question directly here. The first meeting of the Constituent Assembly was held on December 9th, 1946, and the interim president was whom? It was Sachidananda Sinha. Okay, ആ കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം on 11th December 1946, 2 ദിവസത്തിന് ശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് was elected as the permanent president of the Constituent Assembly. So permanent president of the Constituent Assembly ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. സോ അതിന് മുൻപേ 2 ദിവസത്തേക്ക് സച്ചിദാനന്ദ സിൻഹയെ ഇന്റർം പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്തിരുന്നു December 9th. അതിന് 2 ദിവസത്തിന് ശേഷം December 11th ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് was selected as the permanent president of the Constituent Assembly. Finally, on December 13th, 1946, Constituent Assemblyക്ക് അകത്ത് എന്ത് ചെയ്തു? ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനെ അവതരിപ്പിച്ചു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണ്? അവർ പ്രിയാമ്പിൾ ഇസ് ബേസ്ഡ് ഓൺ ദിസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? പ്രിയാമ്പിൾ പഠിച്ച സമയത്ത് ദ പ്രിയാമ്പിൾ ഇസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് പാസ്ഡ് ബൈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞല്ലോ. സോ ദിസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് പ്രപ്പോസ്ഡ് ഓർ വാസ് ആക്ച്വലി സബ്മിറ്റഡ് in the Constituent Assembly on 13th December 1946. ഓർത്തോ, December 9th ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നു. സച്ചിദാനന്ദ സിൻഹ ഇന്റർം പ്രസിഡന്റ് ആവുന്നു. December 11th രാജേന്ദ്ര പ്രസാദിനെ പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. December 13th ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് അകത്ത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ അവതരിപ്പിക്കുന്നു. Then also, this is also important, Dr. B.N. Rao was appointed as the constitutional advisor to the Constituent Assembly. So if you get a question, who was appointed as the constitutional advisor to the assembly, it was none other than B.N. Rao. So the interim president was Sachidananda Sinha, permanent president was Dr. Rajendra Prasad, and the constitutional advisor was B.N. Rao. Okay, so ഈ Constituent Assembly ഉണ്ടായതിനു ശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് അകത്ത് തന്നെ പല ഗ്രൂപ്പ്സ് ആയിട്ടും കമ്മിറ്റീസുമായിട്ടൊക്കെ തിരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ എഴുതാം, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഡിസൈഡ് ചെയ്യാനുണ്ട്. സോ ഉള്ള ഈ പറഞ്ഞേക്കുന്ന 296 ആൾക്കാരെയും എന്ത് ചെയ്തു? അവർ പല ഗ്രൂപ്പ്സ് ആയിട്ടും ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്തു. സോ വി ഹാവ് ഡിഫറെൻറ്റ് കമ്മിറ്റീസ്. ഈ കമ്മിറ്റീസിൻ്റെയൊക്കെ ചെയർമാൻ ആരാന്നുള്ളത് പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ആക്ച്വലി know who are the chairman of the important committees of the Constituent Assembly. So let's look into that. So the first one is the chairman of the drafting committee. Drafting committee യുടെ chairman ആരായിരുന്നു? Dr. B.R. Ambedkar. B.R. Ambedkar was the chairman of the drafting committee. See, B.R. Ambedkar was not the president of the Constituent Assembly. B.R. Ambedkar was the chairman of the drafting committee. So drafting committee യുടെ chairman is B.R. Ambedkar. After that, റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി എന്ന് പറഞ്ഞ് വേറെ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിനകത്ത് റൂൾസിനെയും പ്രൊസീജിയേഴ്സിനെയും കുറിച്ച് എഴുതുന്നത്. ആൻഡ് ദ ചെയർമാൻ ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. Okay, Dr. Rajendra Prasad was the chairman of the Rules and Procedure Committee. There was a committee called as the National Flag Committee, and that was chaired by J.B. Kribalni. So J.B. Kribalni, chairman of the National Flag Committee. Then you have Provincial Constitution, right? So that committee chairman was Sardar Vallabhbhai Patel. Then Committee on Union Constitution, and that was chaired by Jawaharlal Nehru. So
Committee on Provincial Constitution by Sardar Vallabhbhai Patel, Committee on Union Constitution chaired by Jawaharlal Nehru, and the Committee on Fundamental Rights and Minorities, that was also chaired by Sardar Vallabhbhai Patel. So Vallabhbhai Patel രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷനും രണ്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. റൂൾസ് ആൻഡ് പ്രൊസീജിയറിന്റെ രാജേന്ദ്ര പ്രസാദ് ആണ്. നാഷണൽ ഫ്ലാഗിന്റെ JV കൃപാലിനിയാണ്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് സർദാർ വല്ലഭായ് പട്ടേൽ. അലോങ് വിത്ത് ദാറ്റ് ഹി ഓൾസോ ഹാഡ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. സോ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ all these names because you can get direct questions in many of the competitive examinations, especially for PSC level examination. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ക്വസ്റ്റൻസ് കിട്ടിയെന്ന് വരാം. ഇനി UPSCയിൽ തന്നെ ചിലപ്പം പല ഇത് കൊടുക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്. അപ്പോൾ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, ദ നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ചെയർഡ് ബൈ JB കൃപാലിനി. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അതിന് തരാം. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് UPSCയിൽ ചിലപ്പോൾ ഇതിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഓൾവേസ് എനിവേസ് റീഡ് അബൌട്ട് ദീസ് committees and the chairmans of that particular committee. Okay, so finally what happened was first meeting നടക്കുന്നത് 9th December 1946 ലാണ്. അതിനുശേഷം finally after 2 years on November 26, 1949 final reading was passed. So കോൺസ്റ്റിറ്റ്യൂഷനെ ഈ 2 വർഷം കൊണ്ട് അവർ എഴുതുന്നു, മാറ്റുന്നു, ഡിബേറ്റ് നടക്കുന്നു, പല കാര്യങ്ങളും നടന്നു. അങ്ങനെ November 26, 1949 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൈനൽ റീഡിങ്ങിനെ പാസ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ആക്ച്വലി അഡോപ്റ്റഡ് ഓൺ November 26, 1949. പക്ഷേ നമുക്ക് വേറൊരു കഥ അറിയാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്തത് അടുത്ത വർഷമാണ്, 1915 January 26, നമ്മുടെ റിപ്പബ്ലിക് ഡേക്കാണ്. അത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു? ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് January 26, 1930 ആയിരുന്നു. സോ ജവഹർലാൽ നെഹ്റു സെഡ്, സി, നമ്മൾ ഈ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഇന്നേ ദിവസം ചെയ്തതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ എനാക്ട് ചെയ്യുന്നതും ഇതേ റിപ്പബ്ലിക് ഡേക്ക് തന്നെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തിട്ട്, അന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷനെ എനാക്ട് ചെയ്ത് അന്ന് നമ്മൾ പർട്ടിക്കുലർ റിപ്പബ്ലിക് ഡേനെ സെലിബ്രേറ്റ് ചെയ്തു. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് എനാക്റ്റഡ് കംപ്ലീറ്റ്ലി, ഓൾറെഡി ഇറ്റ് വാസ് ഫുള്ളി മെയ്ഡ് ഓപ്പറേഷണൽ ഓൺ January 26, 1950. ഓക്കെ, സോ നമുക്കറിയാം 1950 ആയി. പക്ഷേ 1947 തന്നെ എന്ത് കിട്ടി? 15th August നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നു. സോ ഈ August 15, 1947 തൊട്ട് 26th November 1949 ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കംപ്ലീറ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ദിവസം വരെ നമ്മൾ ഈ ഓൾറെഡി സെലക്ട് ചെയ്തേക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടല്ലോ, ഇറ്റ് ആക്റ്റഡ് ആസ് എ ടെമ്പററി പാർലമെന്റ്. കാരണം ഇന്ത്യക്ക് എന്ത് കിട്ടി? ഓൾറെഡി സ്വാതന്ത്ര്യം കിട്ടി. ഇനി നമുക്ക് വേറൊരു പാർലമെന്റ് വേണം, അല്ലെ? നമ്മളെ ഭരിക്കാൻ വേണ്ടി ആൾക്കാർ വേണം, അല്ലേ? സോ ഇന്ത്യ ഹാസ് ടു ഹാവ് ഇറ്റ്സ് ഓൺ റെപ്രസെൻറ്റേറ്റീവ്. സോ അന്ന് ഡയറക്റ്റ് ആയിട്ട് ഇലക്ഷൻ നടത്തുന്നതിന് പകരം ഓൾറെഡി ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നത് കൊണ്ട് ഈ 1947 തൊട്ട് 1949 വരെ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തന്നെ ഇന്ത്യയുടെ ഒരു ടെമ്പററി പാർലമെന്റ് ആയിട്ട് ആക്ട് ചെയ്തു. സോ ഇഫ് യു കൺസിഡർ എവറിത്തിങ്, ദ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ റൈറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് 2 years 11 months and 18 days. ഈ പറഞ്ഞ 9th December 1946 മുതൽ 26th November 1949 ഇത്ര ദിവസങ്ങളെടുത്തു. ദാറ്റ് ഇസ് എ ടോട്ടൽ ഓഫ് 2 years 11 months and 18 years. Less than 3 years, 2 years 11 months and 18 days ആണ് ഓർത്തത് ടോട്ടലായിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ഉണ്ടാക്കാൻ വേണ്ടി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എടുത്തത്. സോ ഇനിഷ്യലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പം there were 22 parts നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോഡിഫൈഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് കോഡിഫൈഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ്. സോ ടോട്ടലായിട്ട് ഇനിഷ്യലി there were 22 parts, there were 395 articles and 8 schedules. So remember this, in the initial constitution there were 22 parts, 395 articles and 8 schedules. അതിനുശേഷം ഇപ്പോൾ presently we have around 24 parts. 2 parts കൂടെ ആഡ് ചെയ്തു അമെൻമെൻറ്റ്സ് വഴി. കുറേ പുതിയ ആർട്ടിക്കിൾസ് വന്നു. 450 ആർട്ടിക്കിൾസായി. 395 നിന്ന് 450 ആർട്ടിക്കിൾസായി. 8 ഷെഡ്യൂളിൽ നിന്ന് 12 ഷെഡ്യൂളായി. സോ ദാറ്റ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. ഇനി ഒരു ഷെഡ്യൂൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇനി എന്തെങ്കിലും ആഡ് ചെയ്താൽ ദാറ്റ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. ബട്ട് ഇനിഷ്യലി on that particular day, 26 November 1949, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുമ്പോൾ the constitution had 22 parts, 395 articles and 8 schedules. Okay, ഇനിയും if you are actually preparing for Kerala PSC, this is a possible question that you can actually expect. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് അകത്ത് ഉണ്ടായിരുന്ന മലയാളി മെമ്പേഴ്സ് ആരൊക്കെയാണ്? 6 പേരുണ്ട്. വൺ വാസ് ജോൺ മത്തായി, സെക്കൻഡ് വൺ ഇസ് ദാക്ഷായണി വേലായുധൻ, തേർഡ് വൺ ഇസ് അമ്മു സ്വാമിനാഥൻ, fourth one Advocate P. Kunyaraman, B. Poker Sahib Bahadur, and finally
AK Menon. So ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കകത്ത് ആരുണ്ടായിരുന്നു? 6 മലയാളികളുണ്ടായിരുന്നു. ജോൺ മത്തായി, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അഡ്വക്കേറ്റ് പി കുഞ്ഞിരാമൻ, ബി പോക്കർ സാഹിബ് ബഹദൂർ ആൻഡ് AK Menon. ഇതിൻ്റെ അകത്ത് തന്നെ ദാക്ഷായി വേലായുധൻ വാസ് ദ ഫസ്റ്റ് ദളിത് വുമൻ ഗ്രാജുവേറ്റ് ഇൻ ഇന്ത്യ. Maybe you might get a question PSC. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലിങ്ക് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ദാക്ഷായണി, the first woman, the Dalit woman graduate in India was Dakshayani Velayudhan, and she was also a part of the Constituent Assembly. So 1934 M.N. Roy പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ഐഡിയ ഓഗസ്റ്റ് ഓഫറിൻ്റെ അകത്ത് അവർ ബ്രിട്ടീഷേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഫൈനലി 1946 ക്യാബിനറ്റ് മിഷൻ പാർട്ടീഷനൊക്കെ അനൗൺസ് ചെയ്തതിന് ശേഷം December 9th 1946 നവംബർ 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ആവുന്നു. December 9th ഫസ്റ്റ് മീറ്റിംഗ് വരുന്നു. 1949 November 26 കോൺസ്റ്റിറ്റ്യൂഷനെ മൊത്തമായിട്ട് എഴുതി കഴിയുന്നു. അടുത്ത വർഷം റിപ്പബ്ലിക് ഡേക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ മൊത്തമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു. സോ പറഞ്ഞ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. യു മൈറ്റ് ഗെറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. നൗ വി ഗോ ഇൻ ടു സം മോർ ഫാക്ട്സ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ചോദിച്ച് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൻ്റെ ഫാക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Some important facts about the Constituent Assembly. Elephant was adopted as the symbol or seal of the Constituent Assembly. നമ്മൾ ചോദിച്ചു കണ്ടിട്ടാണ് പല ക്വസ്റ്റ്യൻസിലും ചിലയിടത്തൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. The Ashoka symbol was selected as the seal of the Constituent Assembly. ആണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് അശോക സിമ്പിൾ എന്ന് കേൾക്കുമ്പോൾ ഓക്കെ നമ്മൾ ഓർക്കും, അശോക ചക്ര എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതാകാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കും. അല്ല, ദി സീൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓർ ദ സിമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് നത്തിങ് ബട്ട് elephant. Second one, Sir B.N. Rao was appointed as the constitutional advisor, legal advisor to the Constituent Assembly. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Sir B.N. Rao was the legal advisor to the Constituent Assembly. Next one, H.V.R. Iyengar. H.V.R. Iyengar was the secretary to the Constituent Assembly. Constituent Assemblyയുടെ legal advisor B.N. Rao ആണെന്നുണ്ടെങ്കിൽ Constituent Assemblyയുടെ secretary ആരാണ്? H.V.R. Iyengar ആയിരുന്നു. Next one, S.N. Mukherjee. S.N. Mukherjee was the chief draftsman of the Constitution in the Constituent Assembly. കോൺസ്റ്റിറ്റ്യൂഷനെ എഴുതണമല്ലോ. സോ എഴുതുന്ന ഒരു ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, ദാറ്റ് പ്രോസസ്സിൻ്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് S.N. Mukherjee ആയിരുന്നു. Prem Bahari Narain Rezada was the calligrapher of the Indian Constitution, and the original Constitution was handwritten by him in flowing italic style. Calligrapher എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ സ്റ്റൈലിൽ എഴുതുന്ന ആളല്ലേ. സോ ദാറ്റ് വാസ് ഡൺ ബൈ Prem Bahari Narain Rezada. He was the calligrapher of the Indian Constitution. The original Constitution, അന്നത്തെ Constitution printed Constitution ആയിരുന്നില്ല. ഈ പറയുന്ന പ്രേം ബഹാരി നരേൻ രസാദ എന്തോ ചെയ്യുന്നത് വെച്ചാൽ he wrote this particular Constitution in flowing italic style in his own handwriting. That was the first Constitution. നമ്മൾ അന്നത്തെ ബുക്ക് എന്ന് പറയുന്നത് it was not printed, so it is written in flowing italic style by പ്രേം ബഹാരി നരേൻ രസാദ. Similarly, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാം, ഇറ്റ് ഇസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ്. പല ഡെക്കറേഷൻസ് ബൗണ്ടറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇറ്റ് വാസ് ബ്യൂട്ടിഫൈഡ് ആൻഡ് ദ ഒറിജിനൽ വേർഷൻ വാസ് ബ്യൂട്ടിഫൈഡ് ആൻഡ് ഡെക്കറേറ്റഡ് ബൈ ആർട്ടിസ്റ്റ് ഫ്രം ശാന്തി നികേതൻ, ഇൻക്ലൂഡിംഗ് നന്ദലാൽ ബോസ് ആൻഡ് ബിയോഹർ രാം മനോഹർ സിൻഹ. സോ നന്ദലാൽ ബോസും ബിയോഹർ രാം മനോഹർ സിൻഹ, they were actually artists from the ശാന്തി നികേതൻ സ്കൂളിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ആയിരുന്നു. സോ they beautified the original version of the Constitution. Biohar Ram Manohar Sinha illuminated, beautified and ornamented the original preamble calligraphed by Prem Bahari Narain Rasta. അതൊന്നും രണ്ട് പോയിന്റ്സിനെ കൂടെ ക്ലബ് ചെയ്ത് പറഞ്ഞേക്കുന്നുള്ളൂ. കാലിഗ്രഫി എഴുതിയത് ആരാണ്? ഇറ്റ് ഇസ് നോട്ട് ബിയോഹർ രാം മനോഹർ സിൻഹ, ബട്ട് എഴുതിയത് പ്രേം ബഹാരി നരേൻ റസ്ത ആണെന്നുണ്ടെങ്കിലും ബ്യൂട്ടിഫൈ ചെയ്തത് ബിയോഹർ രാം മനോഹർ സിൻഹ. The calligraphy of the Hindi version of the original Constitution was done by Vasani Krishnan Vaidya and elegantly decorated and illuminated by Nandalal Bose. So മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ആരാണ്? അതായത് ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷനെ എഴുതിയത് ഇറ്റ് വാസ് ബൈ രാമനോഹർ പ്രേം ബഹാരി നരേൻ രാസ്തയാണ് എഴുതിയെന്നെങ്കിൽ ദ ഹിന്ദി വേർഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാലിഗ്രഫി നടത്തിയത് വസന്ത് കൃഷ്ണ വൈദ്യയാണ്. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് ബൈ നന്ദലാൽ ബോസ്. സോ ഇത്രയും പോയിന്റ്സ് എഴുതിക്കുക. ദീസ് ആർ pure facts. You keep on reading them and revising them again and again so that it gets into your mind. Okay, so these facts are also important for multiple choice questions. So that is all about the facts about the Indian Constitution. Now we have some more things to basically study, and that is some of the criticisms of the Indian Constitution. Indian Constitution ഉണ്ടാക്കിയപ്പോഴത്തേനും കുറച്ച് ക്രിറ്റിസിസംസ് പറഞ്ഞിരുന്നു ബേസിക് ആയിട്ട് ആൾക്കാർ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് ഉണ്ടല്ലോ. സോ കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു.
See, everything has criticism. Everything in this world has criticisms, right? And there are people who would criticize because that is the backbone of everything. Unless and until there is criticism, nothing improves, right? So, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ക്രിറ്റിസിസംസ് ഒരു 6 പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടത്. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഇസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. Why is it said that it is a borrowed constitution? കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒത്തിരി വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ, ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള പല പ്രൊവിഷൻസും പല കൺട്രീസിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് ലെക്ചർ നമ്മൾ പിന്നീട് വരുന്നുണ്ട്. ഏതൊക്കെ പ്രൊവിഷൻസ് എവിടെ നിന്നൊക്കെയാണ് ബോറോ ചെയ്തിരിക്കുന്നത്, അത് പ്രൊവിഷൻസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ റിലേറ്റ് ചെയ്യാൻ ഈസി ആകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പിന്നീട് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നത്. ബട്ട് people say that most of the provisions in the Indian constitution is borrowed from different countries. For example, South African amendment of the constitutional provision, South Africa ennu varunu, rule of law, procedure established by Japanil ninnu varunu, vice president, USA യുടെ constitution നിന്ന് നമ്മൾ ബോറോ ചെയ്തു. അങ്ങനെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഈ എഴുതിയേക്കുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻസും ലോകത്തിലുള്ള പല കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കുറേ പ്രൊവിൻസസിൽ നിന്ന് അവിടുന്ന് എടുത്ത് കോപ്പി ചെയ്ത് എഴുതി വെച്ചേക്കുന്നതെന്നൊരു ഇത് പറയാം അല്ലെങ്കിൽ എല്ലാത്തിനും കൂട്ടിച്ചേർത്തുണ്ടാക്കിയേക്കുന്നതെന്നൊരു ക്രിറ്റിസിസം പറയാറുണ്ട്. ഫസ്റ്റ് ക്രിറ്റിസിസം ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ is that it is a borrowed constitution. Second one, it is a carbon copy of 1935 act. So 1935 act എന്താ നിങ്ങൾ ബേസിക്കായിട്ട് ഹിസ്റ്ററിക്കകത്ത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അല്ലെങ്കിൽ നമുക്കും ലെജിസ്ലേറ്റീവ് റിഫോംസിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേനും 1935 ആക്ടിൻ്റെ എന്തൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കാം. ഇത് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ഒരു ആക്ട് ആയിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ഒരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. Government of India Act of 1935. So most of the constitution, around more than 80% of the constitution provisions എന്ത് തന്നെയാണ് അന്ന് ബ്രിട്ടീഷേഴ്സ് നമുക്ക് വേണ്ടി കൊണ്ടുവന്ന 1935 Government of India ആക്ടിൻ്റെ അതേ സെയിം സാധനമാണെന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ കാർബൺ കോപ്പി ഓഫ് ദ 1935 ആക്ട്. That is why people say that the Indian constitution is an un-Indian or anti-Indian constitution. കാരണം എന്താണ്? ഇന്ത്യക്കാർക്ക് വേണ്ടി എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടി കൊണ്ട് തന്ന പല പ്രൊവിഷൻസും എഴുതി വെച്ച് കഴിഞ്ഞാൽ there could be a natural criticism that this is ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ലോസ് ആണ് എഴുതുന്നത്. ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടി കൊണ്ടുവന്നത് അവരുടെ ലോസ് ആയിരിക്കത്തില്ല, അവർ നമുക്ക് വേണ്ടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ലോസ് ആയിരിക്കത്തില്ല. പിന്നെ എന്തിനും നമ്മൾ അത് എടുത്തു എന്നൊരു ക്രിറ്റിസിസമാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് എൻ അൺ-ഇന്ത്യൻ ഓർ ആൻറ്റി-ഇന്ത്യൻ. സോ ഇന്ത്യൻ പീപ്പിൾ ഉള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെയാണ് ഇത് എഴുതിയെങ്കിൽ കൂടിയും ഇതിൻ്റെ അകത്ത് പ്രൊവിഷൻസ് ഒന്നും ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള രീതിയിലുള്ളതല്ല എന്നൊരു ക്രിറ്റിസിസം പറയാറുണ്ട്. ദാറ്റ് ഈസ് വൈ ദ തേർഡ് ക്രിറ്റിസിസം ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഈസ് എൻ അൺ-ഇന്ത്യൻ ഓർ an anti-Indian constitution. The fourth criticism is it is an un-Gandhian constitution. ഫാദർ ഓഫ് ദ നേഷൻ ആയിട്ടുള്ള മഹാത്മാഗാന്ധിക്ക് കുറേ വിഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷൻസിനെയൊക്കെ പ്രോപ്പറായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ക്രിറ്റിസിസം കൂടെ പല ക്രിറ്റിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാറുണ്ട്. ഫോർ മെനി എക്സാമ്പിൾസ് പഞ്ചായത്തി രാജ് സിസ്റ്റം അതൊക്കെ പിന്നീടാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്തോട്ട് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ സമയത്ത് വി ഡിഡ് നോട്ട് ഹാവ് എ 3 പഞ്ചായത്തി രാജ് സിസ്റ്റം. സോഷ്യലിസം വാസ് നോട്ട് ഗിവൺ ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് ദിസ് തിങ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ ഗാന്ധിജിയുടെ കുറേയൊക്കെ പ്രിൻസിപ്പിൾസ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എനേബിൾ ചെയ്യാൻ പറ്റിയില്ല അറ്റ് ദ ടൈം ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോംഡ് എന്നുള്ളൊരു ക്രിറ്റിസിസം കൂടെയാണ്. സോ ദാറ്റ് ഇസ് വൈ ദ ഫോർത്ത് ക്രിറ്റിസിസം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഇസ് എൻ അൺ-ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഫിഫ്ത്ത് വൺ ഇസ് ഇറ്റ് ഇസ് എലിഫന്റൈൻ ഇൻ സൈസ്. ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ largest written constitution. It is the largest written constitution in the world. ലോകത്തിലെ തന്നെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ വിച്ച് ഇസ് കോഡിഫൈഡ് ഇൻ ടു പാർട്സ് ഇസ് ആക്ച്വലി ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് എലിഫന്റൈൻ സൈസ്, ആനയുടെ അത്രയും വലിപ്പം ഉണ്ടെന്നൊരു പറയുന്നത്. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ നോർമൽ പീപ്പിൾ ഇഫ് യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ഹാർഡ് ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പ്രൊവിഷൻസ് വിച്ച് യു ഹാവ് ടു ആക്ച്വലി സ്റ്റഡി. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്നും കോൺസ്റ്റിറ്റ്യൂഷനുള്ള പല പ്രൊവിഷൻസും അൺലെസ് ആൻഡ് അൺടിൽ യു ആർ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആസ്പിറൻറ്റ്, ഒരു UPSC ലെവലുള്ള എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പലർക്കും ഇന്നും ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തെ ആർട്ടിക്കിൾസ് ഒന്നും അറിയണമെന്നില്ല. So that is why we say that as a criticism we say that the constitution is elephant in size. And the last one is paradise of lawyers. Paradise of lawyers എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നല്ലോ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് ഒത്തിരി ആൾക്കാരും ആര് തന്നെയായിരുന്നു, അഡ്വക്കേറ്റ്സ് തന്നെയായിരുന്നു. So they say that there are a lot of loopholes
in the constitution which the lawyers make use of. കാരണം നമുക്ക് ഇന്ന് തന്നെ അറിയാം, നമുക്ക് ഇന്നൊരു പർട്ടിക്കുലർ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ പല പ്രൊവിഷൻസിനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാറുണ്ട്. ആൻഡ് റീസൺ വൈ ദേ സേ ദിസ് ഇസ് ദാറ്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ കൂടുതൽ ആൾക്കാരും ലോയേഴ്സ് തന്നെയായിരുന്നു, സ്റ്റാർട്ടിങ് റൈറ്റ് ഫ്രം ജവഹർലാൽ നെഹ്റു. നമ്മൾ ഒരു മലയാളിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ, അഡ്വക്കേറ്റ്. ഹു വാസ് ദാറ്റ്? ഹി വാസ് അഡ്വക്കേറ്റ് P. Kunjaraman. Similarly, there were a lot of advocates in the Constituent Assembly. So that is what that is the last criticism of the Indian Constitution. The criticism is that it is a paradise of lawyers, or there are only lawyers can basically understand all the provisions of the Constitution. That is what, in one sense, you can actually take it. Or lawyers have so many loopholes which they can actually make use of while dealing with the Constitution. So these are the criticisms. ഒന്നും കൂടെ sum up ചെയ്യാം. Borrowed Constitution, പലയിടത്തുനിന്നും എടുത്ത Constitution ആണ്. 1935 Government of India Actന്റെ കാർബൺ കോപ്പിയാണ്. Un-Indian or anti-Indian ആണ്. It is an un-Gandhian constitution. Fifth one, it is elephantine in size. And the last one, it is a paradise for lawyers. So that is basically about the criticism of the constitution. And finally we have one simple more topic. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പറഞ്ഞൊരു സാധനത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ ഒരു ക്രിറ്റിസിസമായിട്ട് പറഞ്ഞിരുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ കംപ്ലീറ്റ്ലി ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. മിക്ക പ്രൊവിഷൻസും പല സ്ഥലത്തു നിന്നും എടുത്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറഞ്ഞിരുന്നു. സോ ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ്. എവിടെ നിന്നാണ് ഇത് ഓരോന്നും എടുത്തേക്കുന്നുള്ളൊരു സാധനങ്ങളുണ്ട്. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ തിങ് ആൻഡ് കീപ് റീഡിങ് ഓൺ അഗൈൻ. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, is borrowed from which constitution എന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് PSCക്കും UPSC ലെവൽസിലൊക്കെ ക്വസ്റ്റൻസ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് this particular table is very much important. You can take a screenshot of this table. ഓക്കെ, ആൻഡ് വി വിൽ ജസ്റ്റ് സ്കിം ത്രൂ ദിസ്. ഇപ്പം ജസ്റ്റ് വായിച്ചു പോകാം, കാരണം ഇതിൻ്റെ പ്രൊവിഷൻസ് വായിക്കുമ്പോൾ നമ്മൾ അത് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുമ്പം DPSP ഇതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓൺലി ഇൻ ദ സബ്സിക്വൻറ്റ് ക്ലാസ്സസ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് DPSP. അറ്റ് ദാറ്റ് ടൈം യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓക്കെ DPSP ഇതാണെന്നുള്ള കാര്യം. ബട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതൊരു മേജർ ക്രിറ്റിസിസം ആയിരുന്നല്ലോ. കാർബൺ കോപ്പി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് എന്തൊക്കെ എടുത്തിട്ടുണ്ട്? ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ദി ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻസ്, എമർജൻസി പ്രൊവിഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, ഈ സാധനങ്ങളെല്ലാം വിച്ച് ഇസ് ദെയർ ഇൻ ദ Constitution of India is borrowed from Government of India Act of 1935. Similarly, Britishers ആണ് നമ്മൾ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. സോ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനകത്തുനിന്നായിരിക്കുമല്ലോ കുറേ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ഇതൊക്കെ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൻ ഐ സേ റൂൾ ഓഫ് ലോ, വാട്ട് ഇറ്റ് ഇസ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ആഫ്റ്റർ യു ഫിനിഷ് ദിസ് കോഴ്സ്. ബട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലായിരിക്കുക, ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി, റൂൾ ഓഫ് ലോ, legislative procedures, single citizenship, cabinet system, prerogative rights, etc. comes from the British Constitution. Fundamental rights, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്, ജുഡീഷ്യൽ റിവ്യൂ, ഇതൊക്കെ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ DPSP, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, എവറിഥിങ് കംസ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ. ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ, ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ സെൻറ്ററും ഉണ്ട് സ്റ്റേറ്റ്സും ഉണ്ട്, പക്ഷേ ഇവിടെ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് സെൻറ്റർ തന്നെയാണെന്നുള്ളത്. ഫെഡറേഷൻ വിത്ത് strong center. Vesting of residual powers in the center, etc. comes from the Canadian Constitution. Concurrent list, freedom of trade, everything comes from Australian Constitution. ജർമ്മനിയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. USSRൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, നമ്മൾ പ്രിയാമ്പിൾ പറഞ്ഞ സമയത്ത് അതിനെ നമ്മൾ ബോറോ ചെയ്തത് USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി അല്ലേ, ആ കാര്യങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നാണ്. സോ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ, ദീസ് ആർ ഓൾ ടേക്കൻ ഫ്രം ദ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഫൈനലി പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. സോ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന, ഓറഞ്ചിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കുന്നതാണ്. സോ ഇത് എവിടെ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നതെന്ന് ജസ്റ്റ് ഒരു ടേബിൾ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ. സോ യു ടേക്ക് എ സ്ക്രീൻഷോട്ട്, യു കീപ് റീഡിങ് അബൌട്ട് ഇറ്റ്, ആൻഡ് when you keep studying, when you, for example, procedure established by law ഒക്കെ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുമ്പോൾ ഓക്കെ, ഈ ഒരു നമ്മൾ പ്രൊഫഷൻ എടുത്തിരിക്കുന്നത് ജപ്പാനിൽ നിന്ന്, ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം ഓർക്കുക. സോ വിത്ത് ദാറ്റ് ആർ ബേസിക് ഇൻട്രഡക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി ഈസ് ഡൺ. ഫ്രം നെക്സ്റ്റ് ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ 24 പാർട്സും 450 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂൾസും ഉണ്ട്. അതിലെ ഓരോ പ്രൊവിഷൻസിനെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തൊട്ട് വായിക്കാൻ പോകുന്നത്. സോ വിൽ സ്റ്റഡി പാർട്ട് ബൈ പാർട്ട്, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, അങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ മേജർലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും പാർട്സും നമ്മൾ തീർക്കും. സ്റ്റഡിങ് ദ ഹോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് പോസിബിൾ, ബട്ട് ദെൻ ഈവൻ ദെൻ
it is mandatory to understand what everything does. So ഒരു ജനറലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പാർട്സും നമ്മൾ ക്ലിയർ ആവും. പിന്നെ ഇത് മൊത്തം കാണാതെ പഠിക്കുക എന്നുള്ള കാര്യമല്ല. ദ മോർ യു റീഡ് അബൌട്ട് ദീസ് പർട്ടിക്കുലർ തിങ്സ്. നമ്മളിത് പഠിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ഒരു പ്രാവശ്യം പിന്നെയും ക്ലാസ് കേട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് എടുത്ത് വായിക്കുമ്പം 1, 2, 3 വായന കഴിയുമ്പോൾ നാച്ചുറലായിട്ട് പാർട്ട് 1 ഇതാണ്, പാർട്ട് 2 ഇതാണ്, പാർട്ട് 1ൻ്റെ പ്രൊവിഷൻസ് ഇതൊക്കെയാണ്, ആർട്ടിക്കിൾസിൻ്റെ അകത്ത് ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ ഗുഡ് ഐഡിയ. സോ ദാറ്റ് വിൽ ബി ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു.